ഹലോ ഫ്രണ്ട്സ്, എസ് എം വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോഫി മനേഷ്. അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഫുള്ളായി കണ്ട് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാളെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ട്, പക്ഷേ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ രേണുസുതി ചേച്ചി. അപ്പോൾ രേണുസുതിയുടെ ഈ വിഷയം ഒരുവിധം എല്ലാ യൂട്യൂബേഴ്സും എടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. അപ്പം ഞാൻ കുറച്ച് ലേറ്റായി പോയി, എന്നാലും എൻ്റെ ഒരു അഭിപ്രായം ഇതിനെക്കുറിച്ച് പറയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. വീഡിയോ കാണാത്തവർക്കാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്ലേ ചെയ്യാം. വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് ട്രോഫികളുണ്ടോ? ഓഹോ, ഫുഡ് കഴിച്ചോ? ഓഹോ, അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഋതപ്പൻ കിച്ചു വ്ളോഗായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് രേണുസുതിയുടെ വീട്ടിൽ പോയിരുന്നത്. അപ്പോൾ അവിടുത്തെ നമ്മുടെ വലിച്ചുവാരിട്ടേക്കുന്ന അങ്ങനത്തെ വിഷയത്തെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. കാരണം ശരിയാണ്, പിള്ളേരുള്ള വീടൊക്കെ ആകുമ്പോൾ ശരിയാണ്, രേണു ചേച്ചിക്ക് ഇപ്പോൾ നിറച്ച് ഫുൾ ബിസിയാണല്ലോ ആള്. കുറേ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വീടൊന്നും ശരിക്കും നോക്കാനുള്ള സമയവും കാര്യങ്ങളും ആൾക്ക് കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ അവിടെ കുറേ പേര് കൂടി പറ്റിയിട്ടുണ്ട്. അവരിൽ ആർക്കെങ്കിലൊക്കെ കുറച്ചൊക്കെ ഒന്ന് ചെയ്തു വെക്കാവുന്ന കാര്യമുള്ളൂ. എന്നാലും എന്തെങ്കിലുമൊക്കെ ആവട്ടെ. പക്ഷെ നമ്മുടെ സുധിച്ചേട്ടൻ്റെ കിട്ടിയ ട്രോഫിയും കാര്യങ്ങളൊക്കെ കട്ടിലിൻ്റെ ഇടയിൽ നമ്മുടെ ഋതപ്പൻ കാണിച്ചു കൊടുക്കുന്നൊരു സീനുണ്ട്. അതാണ് നമുക്ക് ഇത്രയധികം ചർച്ചയാവാനുള്ള കാര്യമായി പോയത്. രേണുവിൻ്റെ ഭാഗത്തു നിന്ന് അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നമുക്ക് എടുത്തു വെക്കാനായിട്ട് ഒരു പ്രോപ്പർ സ്ഥലമില്ലാത്ത കാരണം ഋതപ്പൻ കുഞ്ഞുകുട്ടിയാണ്, 4 വയസ്സുള്ളപ്പോൾ ആ കൊച്ചെടുത്ത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി രേണു ചേച്ചി ഭദ്രമായിട്ട് ചാക്കിൽ കെട്ടി സൂക്ഷിച്ച് ഋതപ്പൻ കാണാതെ സ്കൂളിൽ പോയ നേരം പാത്തെടുത്ത് വെച്ചതാണ് കട്ടിലിൻ്റെ താഴെ. അതിനാണ് ഈ എല്ലാവരും കിടന്നിട്ട് പാവം രേണു ചേച്ചിനെ ഇങ്ങനെ കിടന്ന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാ അത് ഇത്ര സൂക്ഷിച്ച്, ഇത്രയും കരുതലോടുകൂടി ആ കൊച്ച് കാണാതെ ചാക്കിൽ കെട്ടി സൂക്ഷിച്ച് കട്ടിലിൻ്റെ അടിയിൽ എടുത്തു വെച്ച സാധനം? അത് വല്ല ടേബിളുകളോ ഷെൽഫിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചുങ്ങളൊക്കെ എടുത്ത് അത് നാശാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റുമോ? കാരണം രേണു ചേച്ചിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇഷ്ടം പോലെ അവാർഡ്, മാസം എത്ര അവാർഡുകൾ കിട്ടണമെന്ന് രേണു ചേച്ചിക്ക് എന്നെ കാണാൻ കഴിയില്ല. കാരണം ഡെയിലി വരുമ്പോൾ അവാർഡാന്ന് ചേച്ചി പറയണത്. അപ്പോൾ രേണു ചേച്ചിയുടെ 10 അവാർഡ് നശിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മറ്റേ ടേബിൾ മേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. വരുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ആൾ ഡെയിലി വരുമ്പോൾ അവാർഡ് ടേബിൾ മേക്ക് കയറ്റി വെക്കുന്നു, പോകുന്നു, അല്ലാതെ ശ്രദ്ധിക്കണമൊന്നുമില്ല. അപ്പോൾ ആൾക്ക് അതിൽ നിന്ന് ഇപ്പോൾ ഒരു 100 എണ്ണത്തിൽ നിന്ന് ഒരു 10 എണ്ണം പോയാലും ആൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിള്ളേരുടെ അടുത്ത് കളിക്കുക, നശിപ്പിക്കുക, എന്ത് ചെയ്താലും ആൾക്ക് പ്രശ്നമില്ല. കാരണം ആൾക്ക് ഇനിയും അവസരങ്ങളുണ്ട്, ഡെയിലി വെച്ച് ഇങ്ങനെ അവാർഡുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതൊന്നും ആൾക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ സുധിച്ചേട്ടന്റെ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രീഷ്യസ് അയാൾ കൊണ്ട് നടക്കുന്നതാണ്. അപ്പൊ അതാരും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി അത്രയും സൂക്ഷിച്ച് ചാക്കിൽ കെട്ടി കട്ടിലിന്റെ അടിയിൽ വെച്ചതിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പാവം അത്രയും വിഷമിച്ചിട്ടാണ് അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടത്. അപ്പൊ അത് നിങ്ങൾ കാണാത്തവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇവിടെ കൊടുക്കാതൊന്ന് കണ്ടു നോക്ക്. പിന്നെ അതെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കി. അതാണ് കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. പിന്നെ സൂചിച്ചാൻ്റെ പെർഫ്യൂം ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ മോനതെടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാണ്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞിന്റെ കണ്ണിപ്പെടാതെ ഞാൻ അടുത്ത് സൂക്ഷിച്ചു വെക്കുന്നതാണ്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പറഞ്ഞോളൂ, കാര്യം അറിയാതെ ക്രിറ്റിസൈസ് ചെയ്യാനോ. ഒരു 50ഓളം എനിക്ക് ഒന്ന് ബ്ലോഗർമാർ ഇറങ്ങിയത് ഞാനതൊന്നും കണ്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞാണ്. എവിടെ നിന്നാലും സമാധാനമില്ലാത്തൊരു അവസ്ഥയാണ് എനിക്ക് എൻ്റെ ലൈഫ് ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട്. ഇപ്പൊ എൻ്റെ മൂത്ത മോന്റെ വ്ളോഗായിരുന്നു, അവനും അറിഞ്ഞില്ല, അവൻ വ്ളോഗ് ചെയ്തു. മോള് വെച്ചിട്ട് സുചേട്ടൻ്റെ അവാർഡ് എടുത്ത് ഞാൻ കളഞ്ഞവളല്ല സുചേട്ടനെ കളഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് സുചേട്ടൻ്റെ അവാർഡ് കളയുന്നത്? ആ അവാർഡ് എൻ്റെ അവാർഡ് വേണമെങ്കിൽ കുഞ്ഞ് അറിയാതെ പൊട്ടിച്ചാലും നമുക്ക് ഒട്ടിച്ച് എന്തെങ്കിലും ചെയ്യാം, താഴെ പോകുന്നൊക്കെ പൊട്ടണം. പക്ഷെ സുചേട്ടൻ്റെ അവാർഡ് അങ്ങനെ പോലും പൊട്ടരുതെന്നുള്ള ഒരു ഒറ്റ ഇതിലാണ് ഞാനടുത്തത് സൂക്ഷിച്ചു വെച്ചത്. അത് ഇത്ര വലിയ പ്രശ്നമാകുന്നൊന്നും ഞാൻ കരുതി. നമ്മുടെ കുഞ്ഞ് ഋതപ്പൻ ആ പ്രായമാണ്, കുഞ്ഞാണ്. അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും. അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമുക്ക്
അതുകൊണ്ട് ഞാനതെടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ അവാർഡുകൾ. കാരണം നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. കമന്റ് ബോക്സിൽ വന്നേക്കുന്നതാണ് രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ചു, സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് ഒളിപ്പിച്ചു. അങ്ങനെ കമന്റ് ബോക്സ് രേണുവിന് ഒരു മാസം കൊണ്ടല്ലേ ഇത്രയും ഒരു അതല്ല ഞാനിങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ലാതെ സൂക്ഷിച്ചു വെച്ചതല്ല. സുധിച്ചേട്ടന്റെ അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി. കുഞ്ഞല്ലേ അവൻ, ആ പ്രായമാണ്. ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവര് 3 പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോ സൂചിച്ചാണ്ട് പൊട്ടും കണ്ണെഴുതിയേക്കുന്നു സൂചിച്ചാണ്ട ഫോട്ടോ. ഞാൻ അച്ഛനെ ഒരുക്കിയതാണ്. അവന്റെ മോനെ അങ്ങനെ ചെയ്യരുത്. 5 വയസ്സായതേ ഉള്ളൂ. അപ്പൊ ഇതിൽ പറഞ്ഞ പോലെ നമ്മുടെ ഋതപ്പ മാത്രമല്ല രേണുവിന്റെ പെങ്ങളുടെ മക്കളും ഒക്കെ ഉണ്ട്, ചെറിയ പിള്ളേര് കുറെ പേരുണ്ട്. അപ്പൊ അവരൊക്കെ കൂടിയിട്ട് ഈ ചേട്ടന്റെ അവാർഡും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചാലോ എന്നുള്ള പേടി കൊണ്ട് മാത്രമാണ്, അതായത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ രേണുസുതി എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഇന്റർവ്യൂസ് വരുമ്പോൾ മാത്രം അതിൽ കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണത്. പിന്നെ ഉള്ളതൊക്കെ കൂടിയിട്ട് വേണമെങ്കിൽ ഈ വീട് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് മാറിയ സമയത്ത് എല്ലാം കൂടിയിട്ട് ഒരു ചാക്കിൽ കെട്ടി വെച്ച വെപ്പായിരിക്കും വേണമെങ്കിൽ, അതായിരിക്കും അവിടെ ഇരിക്കുന്നത്. പക്ഷെ ഇന്റർവ്യൂ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാണാറുണ്ട് കേട്ടോ, ഏതെങ്കിലും അവാർഡും കാര്യങ്ങളും ഇരിക്കണത് കാണാറുണ്ട്. അപ്പം അതിന് വേണ്ടി പ്രത്യേകം വേറെ വല്ലയിടത്ത് മാറ്റി വെച്ചിരിക്കണതാണോ, ആ സമയം ഇതിൽ നിന്ന് എടുത്ത് വെക്കുന്നതാണോ എന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷെ എന്തായാലും അത് കണ്ടപ്പോൾ ഒരു എല്ലാവർക്കും, ഭൂരിഭാഗം എല്ലാവർക്കും ഒരു വിഷമം തോന്നിക്കാണും. കാരണം സുധി എന്നൊരാൾ ജീവിച്ചിരിക്കുമ്പോൾ ആളുടെ കലയോടുള്ള സ്നേഹം കൊണ്ടും ആള് ചെയ്ത ഓരോരോ അത്രയ്ക്കും നല്ല ക്യാരക്ടറിന്റെയും അങ്ങനെ പല പല ഹാർഡ് വർക്കിന്റെ കുറെ അവാർഡുകളാണ് ഇപ്പത്തെ കിട്ടുന്ന പോലെയല്ല. രേണുസുധിക്കൊക്കെ അഭിമാനത്തോടു കൂടി എടുത്തു വെച്ചിരിക്കുന്ന അവാർഡ് എന്തൊക്കെ പേരിൽ കിട്ടിയേക്കുന്ന അവാർഡാന്ന്, പല സാധനം എന്തിനാ കിട്ടിയേക്കണേന്ന് ആർക്കും അറിയില്ല. അങ്ങനത്തെ കുറെ അവാർഡുകളാണ്. അതുപോലെ ഒരിക്കലും സുധിച്ചേട്ടന് കിട്ടിയിരിക്കുന്ന ഒരു അവാർഡുകളും അത്രയും കഷ്ടപ്പെട്ട് അത്രയും നല്ലൊരു കലാകാരന് ആളുടെ കല കണ്ട് ഇഷ്ടപ്പെട്ട് കൊടുത്തിരിക്കുന്ന അവാർഡുകളാണ്. അപ്പൊ അത് അത്രയും വിലപിടിപ്പ്. അപ്പൊ രേണുസുധി എന്താ പറയണെന്നുണ്ടെങ്കിൽ ആൾക്ക് അത്രയും വിലപിടിപ്പുള്ള, കാരണം ഇത് പോയി കഴിഞ്ഞാൽ വീണ്ടും കിട്ടാന്ന് പറയാം. അതായത് സുധിച്ചേട്ടന്റെ എല്ലാ അവാർഡുകളും കാര്യങ്ങളും അത് നശിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പറ്റുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് ആൾ അത്രയും ആരും കാണാതെ സൂക്ഷിച്ച് അലമാരിയുടെ അടിയിൽ ചാക്കിൽ കെട്ടി ഭദ്രാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആര് നശിപ്പിക്കും എന്ന് പേടിച്ച് സൂക്ഷിച്ച് കാണാണ്ട് പാത്ത് വെച്ചിരിക്കുന്ന സാധനമാണ് ആളാണ് അത്. ആ കുഞ്ഞാണ് നമുക്ക് ഋതപ്പനാണ് നമ്മുടെ കിച്ചുവിന് വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത്. ചേട്ടാ അച്ഛന്റെ അവാർഡുകളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ അമ്മയുടെ അവാർഡ് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് ആ കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുളമാണ്. ശരിയാണ്, പല കുട്ടികളും പല രീതിയിലാണ്. കുറച്ച് ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, കുറച്ച് പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടികളുണ്ടാവും. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പിള്ളേർക്കൊക്കെ ചിലർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കുഞ്ഞു കുട്ടികളായാലും വലിയ കുട്ടികളായാലും മനസ്സിലാക്കും. ഇത് അച്ഛനെ കലക്കി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടിയ അവാർഡുകളാണ്, അപ്പൊ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്, ഇതൊന്നും നശിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കൊച്ചിന് മനസ്സിലാവും. ആ കുട്ടിയുടെ പെരുമാറ്റം കാര്യങ്ങളും കണ്ടു കഴിയുമ്പോൾ, ഋതപ്പന്റെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ അതൊന്നും നശിപ്പിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഓരോ കാര്യങ്ങളും ഇപ്പൊ അച്ഛന്റെ അവാർഡ് എന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുമ്പോഴും അമ്മയുടെ അവാർഡ് എന്ന് പറഞ്ഞ് ഇത് എണ്ണി എല്ലാം കാണിച്ചേട്ടന് കിച്ചണിന് കാണിച്ചു കൊടുക്കുമ്പോഴും ഒക്കെ നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ നശിപ്പിക്കുന്ന ഒരു കൂട്ടത്തിലായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഇനി പറയില്ല, എന്നാലും ഇത് ചാക്കിലൊക്കെ കെട്ടി കട്ടിലിന്റെ അടിയിലൊക്കെയാണോ സൂക്ഷിച്ച് വെക്കേണ്ടതെന്ന് അത്രയും വില കൊടുക്കാതെ വെക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ വേറെ അതിന് എന്തെങ്കിലും ഒരു സ്പേസ് കണ്ടെത്തി അലമാരിയുടെ ഉള്ളിലോ എവിടെയോ ഒരു ഷെൽഫിലോ 2 ഷെൽഫിലോ ആയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതല്ലേ ഉള്ളൂ അല്ലേ. അല്ലെങ്കിൽ പിന്നെ ഈ വീട് പണിത് കൊടുത്തവർക്കും ഒരു ഷെൽഫും കൂടി ഒന്ന് പണിത് കൊടുക്കായിരുന്നു, അത് വേറെ കാര്യം. ഇപ്പൊ ഷെൽഫില്ലാത്തതുകൊണ്ടാണ് പാവം രേണു ചേച്ചിക്ക് അതൊന്നും എടുത്തു വെക്കാനായിട്ട് പറ്റാത്തത്. ഇനിയിപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഷെൽഫൊക്കെ വിൽക്കുമായിരിക്കും. ഇനിയിപ്പോൾ എന്തായാലും ഇത് ഇത്ര വലിയ വിഷയമായ സ്ഥിതിക്ക് വേണമെങ്കിൽ ഇനി പുറത്തേക്ക് വരുമായിരിക്കും ചാക്കിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പം എന്തായാലും കിച്ചുവിൻ്റെ വ്ളോഗിൽ കൂടെ എന്തായാലും രേണുവിനുള്ളൊരു കാര്യമാണ് പുറത്തേക്ക് വന്നത്. കുറച്ച് നാൾ വലിയ കാര്യമായിട്ടുള്ള വിഷയങ്ങളില്ലാണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു എന്തായാലും രേണു ചേച്ചി. ഇപ്പം എന്തായാലും വീണ്ടും കുറച്ചും കൂടി ഹൈപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സന്തോഷമാണോ സങ്കടമാണോ എന്നറിയില്ല. എന്തായാലും ചെയ്യാത്ത കാര്യത്തിനൊന്നല്ലല്ലോ, ചെയ്ത കാര്യത്തിനല്ലേ. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതെന്തായാലും പുറത്ത് കുഞ്ഞായിട്ട് തന്നെ പുറം ലോകത്തിന് എത്തിച്ചു കൊടുത്തു എന്ന് പറയാം. എന്തായാലും ഇതിനാരും സപ്പോർട്ട് ചെയ്യാൻ തീരെ സാധ്യതയില്ല. കണ്ട വീഡിയോസിലൊന്നും എന്തായാലും രേണുവിന് സപ്പോർട്ടായിട്ട് ഞാനൊന്നും കണ്ടില്ല. നമുക്ക് സാധാരണ കാര്യം എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴായാലും നമുക്കിതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്തെന്ന് പറഞ്ഞാൽ എത്ര ന്യായീകരണങ്ങൾ ഇതിന് കൊടുത്താലും ഇപ്പൊ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാലും എല്ലാം കൂടിയിട്ട് പാവാ കുഞ്ഞിന്റെ തലയിൽ, കുഞ്ഞിനാകുമ്പോൾ എന്തായാലും പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. എന്തെന്നായാലും എല്ലാം കൂടിയിട്ട് എന്തായാലും നൈസായിട്ട് കുഞ്ഞിന്റെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോനെ കുറിച്ച് കമന്റ് ചെയ്യുക.
പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.